ഇപ്പോൾ +2 അതേപോലെ ഡിഗ്രി എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയമാണല്ലേ. ഈ സമയത്താണ് നമ്മൾ പുതിയ കോഴ്സിലേക്കും പുതിയ മേഖലകളിലേക്കൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയം. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, പല സ്ഥാപനങ്ങളും അവർ പരസ്യം ചെയ്യുന്നത് തന്നെ അവരുടെ കോളേജിലുള്ള പ്രോഗ്രാംസ്, അതേപോലെ അവരുടെ സെലിബ്രേഷൻസ്, വൈബ്, ഇതൊക്കെ കാണിച്ചിട്ടാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരോട് സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. കാരണം നമ്മളെപ്പോഴും ഒരു എഡ്യൂക്കേഷനെ കൊണ്ട് നമ്മൾ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളൊരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. സത്യത്തിൽ നമ്മളെപ്പോഴും കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ കോഴ്സ് നല്ല കോഴ്സാണോ, ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം നല്ല കരിയറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും, അതേപോലെ തന്നെയാണ് ഈ കോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനെ കൊണ്ട് എനിക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതേപോലെ ഈ കോഴ്സ് വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്, അല്ലേ. നമ്മൾ അടിച്ചു പൊളിക്കാം, നമുക്ക് ലൈഫിൽ നമ്മുടേതായിട്ടുള്ള ലിഷറും കാര്യങ്ങളൊക്കെ ആവാം, പക്ഷേ ദാറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അവർ ഫ്യൂച്ചർ. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന, ഏറ്റവും നല്ല കമ്മിറ്റ്മെൻറ്റുള്ള, ഏറ്റവും നല്ല റിസൾട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. വളരെ തുറന്ന കണ്ണോടെ, മനസ്സോടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എവിടെയാണ് നല്ല റിസൾട്ട്. പ്രത്യേകിച്ചും നല്ല ടഫായിട്ടുള്ള, ഒരുപാട് പഠിക്കാൻ നല്ല എഫേർട്ട് എടുത്ത് പാസ്സാവേണ്ട കോഴ്സുകൾ, അതേപോലെ MBBS, CA, IAS അങ്ങനെയുള്ള കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഏറ്റവും നല്ല കോഴ്സ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതേപോലെ നല്ല ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കേണ്ട കോഴ്സുകൾ ഉണ്ടാവും. ഈ കോഴ്സ് പോകുമ്പോഴും നമ്മൾ സെലിബ്രേഷൻ അല്ല നോക്കേണ്ടത്, ഈ സ്പെൻഡ് ചെയ്യുന്നതിന് കണക്കായിട്ട് അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് റിവാർഡാണ് തിരിച്ച് കിട്ടുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. എനിവേ, നമ്മുടെ അഡ്മിഷൻ കാലഘട്ടമാണ്. യൂസ് ദിസ് ഇൻഫർമേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.